പലതരം പൊങ്കാലകളെപ്പറ്റി കേട്ടവരാണ് നമ്മളിൽ പലരും. പ്രത്യേകിച്ചും ആറ്റുകാൽ പൊങ്കാല, ചക്കുളത്തുകാവൽ പൊങ്കാല, പൂവത്തൂരമ്മക്ക് മകരപ്പൊങ്കാല, ഇങ്ങനെയുള്ള പൊങ്കാലകളെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും കാണാനുള്ള അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ തൊട്ടടുത്ത ഗ്രാമമായ നണിയൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക പൊങ്കാല ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിമനോഹരമായ ആ ഒരു പൊങ്കാല ചടങ്ങ് കാണാനുള്ള ഈ യാത്രയിലാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ബസ്സിന് വരുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ. യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷേത്ര പരിസരത്ത് എത്തി. അവിടെയും നിങ്ങൾക്ക് കാണാം പൊങ്കാലയിടാൻ വേണ്ടി വന്ന ഭക്തരുടെ തിരക്കും കാര്യങ്ങളും എല്ലാം. ശീവേലിയുടെ ഒരു സമയം കൂടിയായിരുന്നു. ഈ ശീവേലി കഴിഞ്ഞിട്ടാണ് പൊങ്കാലേൻ്റെ ചടങ്ങുകൾ നടക്കുക. ഇത് പണ്ടാരടുപ്പ്. ഈ അടുപ്പിലാണ് തന്ത്രിയും മേൽശാന്തിയെല്ലാം കൂടിയിട്ട് അമ്മക്ക് പൊങ്കാല സമർപ്പിക്കുക. അതിനുശേഷം ഭക്തരുടെ അടുപ്പുകളിലേക്ക് ദീപം പകർന്ന് ഇതെല്ലാമാണ് ഭക്തരുടെ അടുപ്പുകൾ. ടോക്കൺ പ്രകാരം അതാത് സ്ഥാനത്ത് എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ശീവേലി കാണാം. പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകരുന്ന ചടങ്ങ് നടത്തിയാണ് ഇപ്പോൾ ഭാഗത്ത്. വിളക്കിൽ തിരി തെളിയിച്ച് അടുപ്പ് കത്തിച്ച ശേഷം മൺകുടത്തിൽ വെള്ളം വെച്ചു. വെള്ളം നന്നായി തിളച്ചു. അരി ഇട്ട് കൊടുത്തു. ഇനി അരി അവിടുന്ന് വേവട്ടെ. അടുത്ത സ്റ്റെപ്പ് എന്ന് വിചാരിച്ചാൽ ഭക്തരുടെ അടുപ്പ് കത്തിച്ചു കൊടുക്കുന്ന ചടങ്ങാണ്. അതുകൂടി നമുക്ക് കാണാം. നേരത്തെ കണ്ട പോലെ തന്നെയാണ്. കർപ്പൂരവും തിരിയെല്ലാം ഉപയോഗിച്ച് അടുപ്പ് കത്തിച്ചു. അതിനുശേഷം മൺകുടത്തിൽ അവർ വെള്ളം വെക്കും. വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കും. ആ കാഴ്ചകളിലും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. തമിഴ് ഇതിഹാസം ചിലപ്പതികാരവുമായി ബന്ധപ്പെട്ടതാണ് പൊങ്കാലയുടെ ഐതിഹ്യം. കണ്ണകിയും കോവലനും അതിലെ പ്രധാന കഥാപാത്രങ്ങളും. രാജ്ഞിയുടെ ചിലങ്കമോഷണവുമായി ബന്ധപ്പെട്ട് അകാരണമായി രാജാവ് തൻ്റെ ഭർത്താവായ കോവലനെ വധിച്ചതിൽ മനം നൊന്ത് കണ്ണകിയുടെ കോപാഗ്നിയിൽ മധുരാ നഗരം ചുട്ട് ചാമ്പലാക്കിയ ശേഷം ചേരനാട്ടിലെത്തിയിട്ടും ക്രോധമടക്കാൻ കഴിയാത്ത കണ്ണകിയുടെ ക്രോധഭാവം ശമിപ്പിച്ച് ശാന്തതയിലേക്ക് തിരിച്ചു വരാൻ ചേരനാട്ടിലെ സ്ത്രീകൾ മൺകുടത്തിൽ കഞ്ഞിവെച്ച് തിളപ്പിച്ച് ശർക്കരയും ചേർത്ത് ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ഐതിഹ്യം.
ക്ഷേത്രമൊന്ന് പ്രദക്ഷിണം നടത്തി വരുമ്പോഴേക്കും മാതൃസമിതി അംഗങ്ങളുടെ കീർത്തനം, ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ വേണ്ടി പറ്റി. നന്നായി കത്തിച്ചു കൊടുക്കുന്നവരെ നിങ്ങൾക്ക് അവിടെ കാണാം. അങ്ങനെ തിളച്ച് തൂകി അടുപ്പിലേക്ക് മറയണം എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. അത് ദിശയെല്ലാം ഉണ്ട് എന്നാണ് അവിടെ നിന്ന് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. കിഴക്ക് പടിഞ്ഞാറൊക്കെല്ലാം തൂകിക്കഴിഞ്ഞാൽ നല്ലതാണത്രേ, ഐശ്വര്യമാണത്രേ. അങ്ങനെ ഇവിടെ 2 പ്രാവശ്യം തിളച്ച് മറഞ്ഞപ്പോഴും കിഴക്ക് ഭാഗത്തേക്കാണ് മറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ശാന്തിക്കാരൻ വന്നു. ശാന്തിക്കാരൻ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അരി വെന്ത് കഴിഞ്ഞു. ഇനി ശർക്കര ചേർത്ത് കൊടുക്കുക. ഈ ശർക്കര ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി തിളച്ച് തൂകിയതിന് ശേഷം നമുക്ക് ഏലക്കായ് ചേർത്ത് കൊടുക്കുക, മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്. അതെല്ലാം നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊരു അരിപ്പായസം വെക്കുമ്പം എന്തെല്ലാം ചേർത്ത് കൊടുക്കലുണ്ടോ അതെല്ലാം ഇവിടെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആ ഒരു കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഏതാണ്ട് എല്ലാവരുടെയും പൊങ്കാല അവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി തന്ത്രി വന്നിട്ട് കുറച്ച് ചടങ്ങുകൾ കൂടി ഉണ്ട്. അതുകൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം. സമർപ്പണമാണ് ഇപ്പോൾ നടക്കുന്നത്. സങ്കല്പത്തിൽ സമർപ്പണത്തിനായി തയ്യാറാക്കുന്ന ജനങ്ങൾ ആരംഭിച്ച് എല്ലാവരും ശരിയായിരിക്കും. പൊങ്കാല സമർപ്പണ നിവേദ്യത്തിന് ശേഷം മാത്രം ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വിശ്വമനോഭിരാമ ഇതിസ്മ സർവാകലിതാ വിമാനാധീക്ഷ ഗോവിന്ദ ദിരോഹിതോ ഗോപ്രാകാവിദാതാവതദ്ദാതകർമ്മ അതിപ്രിയമോ ഭവതോ മുരാരേ ഭവാനുപാദായ തദോലിതോനം തയാ സമർപ്പയിത വികാരകാരി വിലോകിദേവോ ഇതം സമേത ഭവനായ രാജ്യ വനേ വനേ ത്വാം പരിമാർഗയന്ത്യ വിഷാദമാവോ ഭഗവന്നവാരം ഭാഗവതവാചം പദതന്തികാരാ ോ
പ്രതിഷ്ഠിതോയം സഖ്യമഗ്രരാക്ഷാപുരോഹമധ്യാകുലപാലബന്ധി ലംബാവനാ ചക്ഷുഷി വീര്യകാരിതാമം സദീനാം വിപരീതകാലാം പദാത്മികാസായ തടാകേ തവാനിതക്രോഹിലചേഷ്ടിതാനി വിരിന്യ ഭൂയോപിതദൈവമാനാത്വയാ വിമുക്താൻ തതസമന്താ വിപിനേ സമന്താ തമോവരാര പരിമാർഗയന്യ പുനർവിമിശ്രായ മുനാ തടാകേ കൃശം വിലേ ഉജ്ജഗുണാംബേ കഥാവിലാസകുലമാനസാനാം പ്രജാജനാനാം കരുണൈകസിന്ധു ജഗത്രൈവം ശ്രീമൈമന്തകാസേ അങ്ങനെ പൊങ്കാലയെല്ലാം വെച്ചുണ്ടാക്കി അമ്മക്ക് പൊങ്കാല സമർപ്പണവും കഴിഞ്ഞ ശേഷം ചില ആളുകളൊക്കെ ഈ കാണുന്ന പോലെ അവിടുന്ന് പ്രസാദമായിട്ട് തന്നെ അവിടുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. മറ്റ് ചിലവർ ഇതുപോലെ ബാഗിലാക്കിയിട്ട് വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ മനസ്സിൽ ഏറെ സന്തോഷം നൽകിയ ഒരു പൊങ്കാല സമർപ്പണമായിരുന്നു ഞാൻ കണ്ടത്. അവിടെ പ്രസാദ സദ്യ ഈ ഭക്തർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാനും കഴിച്ചു. 4 തരം കറിയും ചോറും പാൽപ്പായസം ഒക്കെ അടങ്ങിയ സൂപ്പർ പ്രസാദ സദ്യയായിരുന്നു. അപ്പോൾ ബൈ ബൈ.